നിയോഗത്താലി. ശ്രീനന്ദേ, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുവാണ്. വീട്ടിൽ പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാൻ ഡ്രൈവറെ അറേഞ്ച് ചെയ്യട്ടെ? പേരെടുത്ത് വിളിച്ചുകൊണ്ട് അഥർവ് ശ്രീനന്ദയോട് ചോദിച്ചതും അവളുടെ നോട്ടം നേരെ ചെന്ന് നിന്നത് ഇന്ദിരയുടെ മുഖത്തേക്കാണ്. അല്പം മുമ്പ് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഇന്ദിരയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും അവരിരുവരെയും ഒന്ന് നോക്കുപോലും ചെയ്യാതെ അഥർവ് മുകളിലേക്ക് കയറിപ്പോയി. അവന്റെ ആ പോക്കും തന്നോടുള്ള സമീപനവും ഒക്കെ കാണെ ശ്രീനന്ദയ്ക്ക് എന്തെന്നില്ലാത്ത വിഷമം ഉള്ളിൽ തോന്നി. ഇന്ദിര അലിവോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. മോള് വിഷമിക്കണ്ടാട്ടോ, അച്ഛൻ വരട്ടെ. അച്ഛൻ വന്നിട്ട് അച്ഛൻ മോളെ കൊണ്ടുപോയി പുസ്തകങ്ങളും ബുക്കും ഒക്കെ എടുത്തിട്ട് വരണം. അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ആ ഓമനത്വമുള്ള മുഖത്തേക്ക് നോക്കി ഇന്ദിര പറഞ്ഞു. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അവിവേകമായിട്ട് കരുതരുത്. ഇത്രയും ധൃതി വെച്ച് വീട്ടിലേക്ക് പോയി ബുക്കും പുസ്തകങ്ങളും എടുക്കണമെന്നില്ല. നാളെയോ മറ്റോ ഞാൻ തനിച്ചു പോയിട്ടാണെങ്കിലും അതൊക്കെ എടുത്തിട്ട് വന്നോളാം. ഇന്ദിരയുടെ മുഖത്തേക്ക് നോക്കി ഒരു ചെറു ചിരിയോടുകൂടിയാണ് ശ്രീനന്ദ പറയുന്നത്. പക്ഷേ അവരൊരു അമ്മയായതുകൊണ്ടാവാം അവളുടെ ഉള്ളു പിടയുന്നത് അവൾ പറഞ്ഞറിഞ്ഞില്ലെങ്കിൽ പോലും അവർക്കത് ആ മുഖത്തു നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മോളെ, അഥർവ് അങ്ങനെ പറഞ്ഞത് നിനക്ക് വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ മോളെ, നിന്നെ മനസ്സിലാക്കാൻ അവനെ കുറിച്ച് സാവകാശം വേണം. അത്രയ്ക്ക് വലിയൊരു മുറിവ് അവന്റെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടാ അവന്റെ ആദ്യ ഭാര്യ ജ്യോതി ഈ വീടിന്റെ പടിയിറങ്ങിയത്. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രതിസന്ധികളെല്ലാം മോൾക്ക് ഒരു ദിവസം അമ്മ പറഞ്ഞു തരാം. അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. അല്പസമയം നൽകിയാൽ ഉറപ്പായും അവൻ നിന്റെ ഉള്ളിലെ നന്മ തിരിച്ചറിഞ്ഞ് എല്ലാ അർത്ഥത്തിലും നിന്നെ ഭാര്യയെ അംഗീകരിക്കും. ഒരിക്കലും മോള് അവനെ ജീവിതത്തെ തനിച്ചാക്കരുത്. ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചവനാണ്. ശ്രീനന്ദയുടെ കരം കവർന്നുകൊണ്ട് ഇന്ദിര അത് പറഞ്ഞപ്പോ അവർ പറയുന്നതിന് പിന്നിലെ ദ്വയാർത്ഥം മനസ്സിലാകാത്ത പോലെ അവരെ നോക്കി നിൽക്കാൻ മാത്രമേ ശ്രീനന്ദയ്ക്ക് ആ നിമിഷം കഴിഞ്ഞുള്ളൂ. അഥർവിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെയും ശ്രീനന്ദയ്ക്ക് അറിയില്ല. ആരും അതേപ്പറ്റിയൊന്നും അവളോട് പറഞ്ഞതുമില്ല. അവളായി ചോദിച്ചറിയാൻ മെനക്കെട്ടിട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചിക്കിച്ചികഞ്ഞെടുത്തിട്ട് എന്ത് കിട്ടാനാണ് എന്നൊരു മനോഭാവമാണ് ശ്രീനന്ദയ്ക്ക്. ഒരു പക്ഷേ അതെല്ലാം അയാൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ? അവൾ ഓർത്തു. മോളെ, ഇതൊന്നും അമ്മയുടെ സ്വാർത്ഥതയായിട്ട് മാത്രം മോള് കാണരുത്. എന്റെ മകനോട് എനിക്കുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് മാത്രം ചിന്തിച്ചാ മതി എന്ന് കരുതി മകനോടുള്ള അന്ധമായ സ്നേഹത്തിന്റെ പേരിൽ നിന്നെപ്പോലൊരു പെൺകുട്ടിയുടെ ജീവിതം ഈ അമ്മ ഒരിക്കലും ഹോമിക്കില്ല. ഇന്ദിരയുടെ വാക്കുകൾ ഇടറിപ്പൊലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഒരിക്കലും എന്റെ മകൻ കാരണം നിന്റെ കണ്ണ് നിറയില്ല. ആ വാചകങ്ങൾ ഉരുവിട്ടപ്പോൾ അത്ര നേരവും അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ദയനീയതയായിരുന്നില്ല പ്രതിധ്വനിച്ചത്. വല്ലാത്തൊരുതരം ഉറപ്പ്, നിശ്ചയദാർഢ്യം. അത് സ്ത്രീക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവരുടെ കൺകോണിൽ ചെറുതായി നനവ് പടർന്നതും യാന്ത്രികമായി തന്നെ ശ്രീനന്ദ കൈകൾ ഉയർത്തി ആ മിഴിനീർ തുടച്ചെടുത്തു. പെട്ടെന്നുണ്ടായ പ്രവൃത്തിയാണെങ്കിൽ പോലും ഇന്ദിരയ്ക്കത് പകർന്നു നൽകിയ ആശ്വാസം അത്ര ചെറുതല്ലായിരുന്നു. അവളുടെ കൈ പിടിച്ച് ആ കൈവെള്ളയിലേക്ക് ചുംബിച്ചു അവർ. ശ്രീനന്ദയ്ക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളും ചുംബനങ്ങളുമൊക്കെ നാളുകൾക്കിപ്പുറം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവളും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. മോള് മുകളിലേക്ക് പോയിക്കോളൂ, എന്നിട്ട് വേഗം കുളിച്ച് വിളക്ക് വെക്കാൻ തയ്യാറായി വാ. മിക്കവാറും ഇവിടെ വിളക്ക് വെക്കുന്നത് ഭവാനിയമ്മയാണ്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് കൈക്ക് പെരുപ്പുള്ളത് കൊണ്ട് നേരത്തെ കുളിക്കണം. വെയിലും താഴും മുമ്പ് ഞാൻ കുളിക്കും. പിന്നെ ദേഹമൊക്കെ അങ്ങ് മുഷിയും. അതുകൊണ്ട് ഞാനങ്ങനെ ഇവിടെ വിളക്കൊന്നും വെക്കാറില്ല. ഇനി മുതൽ മോള് വേണോ അതൊക്കെ ചെയ്യാൻ. ഇന്ദിര അത് പറയുമ്പോൾ ശ്രീനന്ദ അവരെ നോക്കി പുഞ്ചിരിയോടെ ഒന്ന് തലയാട്ടിക്കൊണ്ട് മുകളിലെ അവളുടെ മുറിയിലേക്കുള്ള പടികൾ ഓടിക്കയറി. ധൃതിയിൽ മുറിയിലേക്ക് പോകുന്നവളെ അഥർവ് കാണുന്നുണ്ടായിരുന്നു. അവനാ സമയം അവന്റെ റൂമിന്റെ എതിർവശത്തുള്ള റൂമിലാണ്. അതാണ് അഥർവിന്റെ ഓഫീസ് റൂം. അവിടുത്തെ ഡോർ തുറന്നിട്ടാൽ നേരെ കാണുന്നത് ശ്രീനന്ദയുടെ മുറിയാണ്. മാത്രമല്ല റൂമിൽ ആരെയും കിടക്കുന്നത് കൊണ്ട് തന്നെ
അതർവ് അവന്റെ ബെഡ്റൂം അടച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് മുറിയിലേക്ക് കയറിയ വെപ്രാളത്തിന്റെ പുറത്താകും ശ്രീനന്ദയും അവളുടെ മുറിയടയ്ക്കാൻ മറന്നുപോയി. അതർവിന്റെ കണ്ണുകൾ അവിടേക്കൊന്ന് പാളി. വേഗത്തിൽ കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്തു ബാത്റൂമിലേക്ക് കയറുന്നവളെ കണ്ടതോടെ അതർവ് പതിയെ ഓഫീസ് റൂമിന്റെ വാതിൽ ചാരി ജോലി ശ്രദ്ധിച്ചു. കുറച്ചു നേരം കൊണ്ട് ശ്രീനന്ദ കുളി കഴിഞ്ഞിറങ്ങി. ഒരു ലോങ് പാവാടയും അതിന് ചേരുന്ന ചെറിയൊരു ടോപ്പുമാണ് അവളുടെ വേഷം. അവൾ കണ്ണാടിക്ക് മുമ്പിലേക്ക് ചെന്നു നിന്നു. കയ്യിലിരുന്ന ടവൽ ഉപയോഗിച്ച് മുടി നന്നായി തുവർത്തി. കൈകൊണ്ട് തന്നെ മുടിയുടെ ഉടക്കഴിച്ച് വെറുതെ കുളിപ്പിന്നിൽ പിന്നെയിട്ടു. ശേഷം അവിടെ ഇരുന്നതിൽ നിന്ന് ഒരു കുഞ്ഞു കറുത്ത പൊട്ടെടുത്ത് നെറ്റിയിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഒരുക്കം പൂർണ്ണമായതോടെ അവൾ ടവലെടുത്ത് സ്റ്റാൻഡിലേക്ക് വിരിച്ചിട്ടുകൊണ്ട് പതിയെ താഴേക്ക് നടന്നു. മുകളിലേക്ക് പോയവളുടെ വരവും കാത്ത് ഇന്ദിര താഴെ തന്നെ ഉണ്ടായിരുന്നു. ശ്രീനന്ദയെ കണ്ടതും അവർ അവളെ നേരെ കൊണ്ടുപോയത് പൂജാമുറിയിലേക്കാണ്. രാവിലെ തന്നെ ഭവാനിയമ്മ വിളക്കൊക്കെ കഴുകി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീനന്ദ ആദ്യം തന്നെ പ്രാർത്ഥനയോടെ വിളക്കിലേക്ക് അല്പം എണ്ണയൊഴിച്ച് തിരിയിട്ടു. വിളക്ക് കത്തിച്ച ശേഷം അതിന് തൊട്ടരികിലിരുന്ന ചിരാതിലേക്ക് ദീപം പകർന്നുകൊണ്ട് നേരെ ഉമ്മറത്തെ തുളസിത്തറയിലേക്ക് നടന്നു. ഉമ്മറത്തെ തുളസിത്തറയിൽ ദീപം വെച്ചുകൊണ്ട് ഇലകൾ തിങ്ങി നിറഞ്ഞ ഒരു തുളസിച്ചെടിയിൽ നിന്നും ഒരിത്തിരി തുളസിക്കതിർ ഒടിച്ചെടുത്ത് മുടിക്കിടയിലേക്ക് തിരികെ വെച്ചു. പിന്നെ പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചു നിന്നു. ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ ഒരു തിരശീലയിൽ എന്നതുപോലെ ഇഴഞ്ഞു നീങ്ങി. ഭഗവാനെ, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലെങ്കിലും എനിക്ക് സന്തോഷങ്ങൾ നൽകണമേ. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. തുളസിത്തറയ്ക്ക് മുമ്പിലായുള്ള പടിക്കെട്ടുകളിൽ ഒന്നിൽ അവളിരുന്നു. ഉമ്മറത്തെ വലിയ തൂണിലേക്ക് തല ചായ്ച്ച് കൈ തൊഴുത് കണ്ണുകൾ ഇറുക്കിയടച്ച് മനസ്സിൽ ലളിത സഹസ്രനാമം ഉരുവിട്ടുകൊണ്ട് അവൾ ഇരുന്ന സമയത്താണ് മാധവന്റെ കാറ് ഗേറ്റ് കടന്ന് പോർച്ചിലേക്ക് വന്നത്. ഒരു വേള കാറിൽ നിന്നിറങ്ങിയ മാധവന്റെ കണ്ണുകൾ തെളിഞ്ഞു നിൽക്കുന്ന ചിരാതിലേക്കും അതിനരികെ നിൽക്കുന്ന ശ്രീനന്ദയിലേക്കും നീണ്ടു. അവളുടെ തലയിലൊന്ന് തഴുകിക്കൊണ്ട് ഒരു ചെറുചിരിയോടെ മാധവൻ അകത്തേക്ക് കടന്നു. ഒപ്പം ദീപത്തെ നോക്കിയൊന്ന് പ്രാർത്ഥിക്കാനും അയാൾ മറന്നില്ല. അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ലിവിംഗ് റൂമിലെ സോഫയിലിരിക്കുന്ന ഇന്ദിരയാണ്. മാധവൻ പതിയെ അവർക്കടുത്തേക്ക് ചെന്നിരുന്നോ. അയാളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടതും ഇന്ദിര മെല്ലെ അയാളെ നോക്കി പുരികമുയർത്തി കാര്യം എന്താണെന്ന് തിരക്കി. എന്തായാലും താൻ നമ്മുടെ മകനു വേണ്ടി കണ്ടുപിടിച്ച സെലക്ഷൻ കൊള്ളാം. നല്ല ഐശ്വര്യമുള്ള കുട്ടി, മഹാലക്ഷ്മി പോലൊരു മോള്. എനിക്ക് തോന്നുന്നു ഇനി നമുക്കൊരിക്കലും നമ്മുടെ മകന്റെ കാര്യത്തിൽ സങ്കടപ്പെടേണ്ടി വരില്ലെന്നാണ്. അതെന്താ മാധവേട്ട അങ്ങനെ പറഞ്ഞേ? ഏയ്, എനിക്കങ്ങനെ തോന്നിയടോ. ചിലപ്പോൾ ഇവളിലൂടെയാവും നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചറിയാത്ത സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. മാധവൻ പറഞ്ഞപ്പോ നിറഞ്ഞ മനസ്സോടെ ഇന്ദിര അത് കേട്ടിരുന്നു. അല്ലെങ്കിലും മക്കൾക്ക് വേണ്ടി അമ്മമാർ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇന്ദിര അല്പം ഗർവോടെ പറഞ്ഞതും മാധവൻ അവരെ നോക്കി ചിരിച്ചു. പോയിട്ട് എന്തായി മാധവേട്ട? റെസിഡൻസിന്റെ മീറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു? മുൻപ് എപ്പോഴത്തെയും പോലെ പരിപാടികളെല്ലാം ചാർട്ട് ചെയ്ത് പ്രിന്റ് എടുത്തു. ഇനിയിപ്പോ നാളെ മുതൽ കർക്കിടകം തുടങ്ങുമല്ലേ. ഇപ്പോഴേ എല്ലാത്തിനും നേതൃത്വം നൽകിയാലേ ഓണമാകുമ്പോഴേക്കും പരിപാടി കളറാകൂ. അത് ശരിയാ. ഇന്ദിരയും അതിനെ അനുകൂലിച്ചു. ഏകദേശം ഓണപരിപാടികളെക്കുറിച്ചൊക്കെയുള്ള ലിസ്റ്റ് എടുത്തു. ഇത്തവണയും നിങ്ങളുടെ തിരുവാതിര ഉണ്ടാവുമോ? മാധവൻ കളിയോടെ ഇന്ദിരയോട് ചോദിച്ചു. സാധാരണയായിട്ട് ഇന്ദിരയും ആ ഏരിയയിലെ കുറച്ച് സ്ത്രീകളും ചേർന്ന് ഓണപരിപാടിയുടെ ഒന്ന് തിരുവാതിര കളിക്കാറുണ്ട്. ഇല്ലില്ല, ഇത്തവണ ഞാൻ ഒന്നിനുമില്ല മാധവേട്ട. അതുകൊള്ളാം. ഞാൻ അവരോട് നേരത്തെ പറഞ്ഞു ഇന്ദിര എന്തായാലും തിരുവാതിരക്കുണ്ടെന്ന്. ദേ മാധവേട്ട, വേണ്ട കേട്ടോ. അയാളുടെ കയ്യിൽ വേദനിക്കാത്ത വിധം തല്ലിക്കൊണ്ട് ഇന്ദിര പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ സെക്രട്ടറി വരും. ഈ വീട്ടിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ പരിപാടിക്കുണ്ടെന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ദാ ഇതാണ് പരിപാടികളുടെ ലിസ്റ്റ്. മാധവൻ ഒരു പേപ്പർ എടുത്തിട്ട് ഇന്ദിരയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്തായാലും എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും അതർവ് വരില്ലായിരിക്കും. ആ പേപ്പറിലേക്ക് കണ്ണോടിച്ച് പരിപാടികൾ നോക്കുന്നതിനിടയിൽ തന്നെ ഇന്ദിര അലസമായി പറഞ്ഞു. അതിപ്പോ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? അവനല്ലെങ്കിൽ തന്നെ റെസിഡൻസിന്റെ ഏത് പരിപാടിക്കാണ് വന്നിട്ടുള്ളത്? അവൻ ഇതിലൊന്നും താല്പര്യമില്ലെന്നുള്ള കാര്യം നമുക്ക് രണ്ടാൾക്കും അറിയാവുന്നതല്ലേ. മാധവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതർവ് താഴേക്ക് വന്നത്. അവർ രണ്ടാളും
നോട്ടീസിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നതുകൊണ്ട് തന്നെ അവൻ താഴേക്കിറങ്ങി വന്നത് അവർ കണ്ടിരുന്നില്ല. അവരുടെ സംസാരമെല്ലാം കൃത്യമായിട്ട് അഥർവ് കേൾക്കുകയും ചെയ്തു. പെട്ടെന്ന് അവനെ അവിടെ കണ്ടതും മാധവൻ ഒരു പരിങ്ങലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. റെസിഡൻസിന്റെ ഓണപരിപാടികൾ തീരുമാനിച്ചു. മാധവൻ അവനെ നോക്കി പറഞ്ഞു. ഇത്തവണ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഉത്രാടത്തിന്റെ അന്നാണ്. അതിന് അഥർവ് രൂക്ഷമായി മാധവനെ നോക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരില്ലെന്ന്. ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും വേഷം കെട്ടിപ്പോയിരിക്കാൻ എന്നെ കിട്ടില്ല. പെട്ടെന്ന് അഥർവത് പറഞ്ഞതും ഇന്ദ്രയും മാധവനും മുഖത്തോട് മുഖം നോക്കി. ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന ഭാവത്തിൽ. നോക്കഥർവ്, അത് ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിന്നെ ആരും നിർബന്ധിക്കാൻ പോകുന്നില്ല. അഥർവ് പറഞ്ഞ അതേ കടുപ്പത്തോടെ മാധവനും മറുപടി നൽകി. നിർബന്ധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. എല്ലാ പ്രാവശ്യവും ഇതുതന്നെയാണ് പറയുന്നത്. എന്നിട്ട് കൃത്യം പരിപാടിക്ക് പോകുന്നതിന്റെ അന്ന് അമ്മ വന്ന് വിളി തുടങ്ങും. ഒന്ന് വാ മോനെ, അവിടെ വരെ വാ, സദ്യ കഴിച്ചിട്ട് പോ എന്നൊക്കെ. ദേവി ഇത് ഇത്തവണ അങ്ങനെ പോലും വിളിക്കാൻ എന്റെ മുമ്പിലേക്ക് ആരും വരരുത്. താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് അഥർവ് ഉമ്മറത്തേക്കിറങ്ങി. ആദ്യം തന്നെ അവന്റെ കണ്ണിൽ പതിഞ്ഞ കാഴ്ച ഉമ്മറത്തെ വലിയ തൂണിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന ശ്രീനന്ദയിലാണ്. സുന്ദരമായൊരു ശില്പം പോലെ കണ്ണുകൾ അടച്ച് കാര്യമായ പ്രാർത്ഥനയിലാണവൾ. അഥർവിന്റെ നോട്ടം ഒരു വേള അവളുടെ ഭംഗിയുള്ള വെളുത്ത കാൽപാദത്തിലേക്ക് നീണ്ടു. ധൃതിയിൽ മുഖം വെട്ടിച്ചുകൊണ്ടവൻ പതിയെ ഗാർഡനിലേക്ക് നടന്നു. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞു വന്ന് കുറച്ചു നേരം തനിയെ ഗാർഡനിൽ പോയി നിൽക്കാറുണ്ടവൻ. വൈകുന്നേരത്തിനും രാത്രിക്കും ഇടയിലെ ആ അന്തരീക്ഷം അവനേറെ പ്രിയപ്പെട്ടതാണ്. നേർത്ത പാതിരാക്കാറ്റ് ആ സമയം അവനെ തഴുകിത്തലോടി കടന്നുപോയി. ഗാർഡനിലെ പലവിധ പൂക്കളുടെ മണം അവന് ചുറ്റും പരന്നൊഴുകി. നാസികത്തുമ്പിലൂടെ തുളച്ചു കയറിയ ഗന്ധം അവനെ കൂടുതൽ ശാന്തനാക്കി. അവിടെ കുറച്ചു നേരം ചിലവഴിച്ച് അവൻ അകത്തേക്ക് വന്നു. അവൻ ഒന്ന് രണ്ട് കോളുകൾ ചെയ്യാനുണ്ട്. അവൻ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാനായി തുടങ്ങിയപ്പോൾ ശ്രീനന്ദ തൂണിച്ചാരി കണ്ണുകൾ ഇറുക്കിയടിച്ച് അതേ ഇരിപ്പായിരുന്നു. ഇവളിവിടെ ഇരുന്ന് ഉറങ്ങിയോ? അഥർവ് മനസ്സിലോർത്തു. പിന്നെ അല്പനേരം രൂക്ഷമായി അവളെ തന്നെ നോക്കി നിന്നു. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം അറിയാൻ പാകത്തിൽ അവളുടെ അതിരങ്ങൾ എന്തോ മന്ത്രിക്കുന്നത് അവൻ കണ്ടു. അവൾ പ്രാർത്ഥനയിലാണെന്ന് മനസ്സിലായതും അഥർവ് മുകളിലെ അവന്റെ മുറി ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങിയ നേരത്താണ് ഇന്ദിര അവനെ പിന്നിൽ നിന്ന് വിളിച്ചത്. അഥർ. മുകളിലേക്ക് പാതി കയറിയ പടികൾ അവൻ തിരികെ താഴേക്കിറങ്ങി. എന്താമ്മേ? മുനി, അമ്മയുടെ ബിപിയുടെ ഗുളിക തീർന്നു. അല്പം പരിങ്ങലോടെയാണ് ഇന്ദിര പറയുന്നത്. കാര്യം അവൻ സ്ഥിരം പറയാറുള്ളതാണ്. ഗുളികകൾ തീരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഓർമ്മിപ്പിക്കണമെന്ന്. അമ്മ എന്തുകൊണ്ടാ രാവിലെ പറയാഞ്ഞത്? രാവിലെ ഞാൻ ശ്രദ്ധിച്ചില്ല മോനെ. അപ്പോൾ രാവിലെ അമ്മ ബിപിയുടെ ഗുളിക കഴിച്ചില്ലേ? ഇന്ദിരയ്ക്ക് 2 നേരം ബിപിയുടെ ഗുളിക കഴിക്കാനുള്ളതാണ്. കാരണം അവർക്ക് ബി പി അല്പം കൂടുതലാണ്. മോനെ, രാവിലെ നമ്മൾ വിവാഹത്തിന് പോകാനായി തയ്യാറെടുക്കുന്ന നേരത്തെ അമ്മ അത് മറന്നുപോയി. ഇന്ദിരയുടെ ആ ന്യായീകരണം കേട്ടത് അഥർവിന് നല്ല ദേഷ്യം വന്നു. കാര്യം മരുന്ന് കഴിക്കുന്ന കാര്യത്തിലൊക്കെ അഥർവ് കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റ് ആണ്. മരുന്നും വെള്ളവും ആഹാരവും ഒക്കെ കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ അവൻ പരിസരം നോക്കാതെ വഴക്കു പറഞ്ഞു. ഇന്ദിരയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് അഥർവ് കാറ്റുപോലെ പാഞ്ഞു. കീ ഹോൾഡറിൽ നിന്ന് കീയും എടുത്ത് പുറത്തേക്കിറങ്ങി. അവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടേക്കാണ് അഥർവ് പോയത്. അവന്റെ കാറ് പോർച്ചിൽ നിന്ന് പോയ പാടി നന്നേ ശ്രീനന്ദ നാമം ചൊല്ലിത്തീർന്നു. അവൾ പതിയൊന്ന് തൊഴുതുകൊണ്ട് അകത്തേക്ക് കയറി. നാമം ചൊല്ലി കഴിഞ്ഞോ മോളെ? അവളെ കണ്ടതും ഇന്ദിര അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഓ അമ്മേ, കഴിഞ്ഞു. അമ്മ, എനിക്ക് അമ്മയുടെ ഫോണും തരാമോ? എന്റെ ഒരു കൂട്ടുകാരിയെ വിളിക്കാനാ. അതിനെന്താ, തരാലോ. ഇന്ദിര വേഗം നടന്നുപോയി ഡൈനിങ് ടേബിളിന്റെ മുകളിലിരുന്ന അവരുടെ ഫോൺ എടുത്ത് ശ്രീനന്ദയ്ക്ക് കൊടുത്തു. പാർവതിയുടെ നമ്പർ ശ്രീനന്ദ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഇന്ദിര ഡയൽ ചെയ്തു. മോള് റൂമിൽ പോയിരുന്ന് സമാധാനമായിട്ട് ഫോൺ വിളിച്ചോ. ആഹാരം കഴിക്കാനാവുമ്പോ അമ്മ വിളിക്കാം. അപ്പൊ വന്നാ മതി താഴേക്ക്. ഇന്ദിര അത് പറഞ്ഞതും ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ച് അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രീനന്ദ മുകളിലേക്ക് നടന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രീനന്ദ പാർവതിയുടെ കാര്യം ഓർത്തത്.
തന്റെ ഇവിടുത്തെ അവസ്ഥയോർത്ത് ഇപ്പോൾ അവൾ ഏറെ ആവലാതിപ്പെടുന്നുണ്ടെന്ന് ശ്രീനന്ദയ്ക്ക് അറിയായിരുന്നു. 2-3 ബെല്ലടിച്ച് നിന്ന ശേഷം മറുപുറത്തു നിന്നും പാർവതി കോൾ എടുത്തു. ഹലോ, ആരാ? പാർവതിയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും ശ്രീനന്ദയ്ക്കല്ലാത്ത സന്തോഷം തോന്നി. പാറു, ഇത് ഞാനാ, ശ്രീയാ. ഏ, ശ്രീ, നീ ഇത് ഏത് ഫോൺ? പുതിയ ഫോൺ വാങ്ങിയോ? ഇല്ല, ഇതിവിടുത്തെ അമ്മയുടെ ഫോണാ. ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി ഫോൺ ചോദിച്ചു. ആണോ? എങ്ങനെയുണ്ട് അവിടെ? അവിടെയുള്ളവരൊക്കെ എങ്ങനെയുള്ളവരാ? നിനക്ക് പറ്റുന്നുണ്ടോ അവിടെ? പാർവതി എത്ര ചോദിച്ചിട്ടും മതിയാവാത്ത പോലെ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. കുഴപ്പമില്ല പാറു, എല്ലാരും നല്ല ആളുകളാ. നല്ല സ്നേഹമുള്ള അമ്മയും അച്ഛനുമോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ ആളെങ്ങനെയാ നിന്നോട്? പെട്ടെന്ന് പാർവതി അത് ചോദിച്ചതും ശ്രീനന്ദയുടെ മുഖത്ത് അവൾ പോലും അറിയാതെ ഒരു നാണം കലർന്ന ചിരി പടർന്നു. അത് പാർവതിയോട് എന്തോ പറയാനായി തുടങ്ങുന്ന നേരത്താണ് അഥർവിന്റെ റൂമിൽ നിന്നും ആര്യന്റെ കരച്ചിൽ കേട്ടത്. പാറു, ഞാൻ നിന്നെ കുറിച്ച് കഴിഞ്ഞു വിളിക്കാമേ. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ കോൾ കട്ട് ചെയ്ത് നേരെ കരച്ചിൽ കേട്ട അഥർവിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. തുടരും. സപ്പോർട്ട് തരണേ.